ഇസ്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ശവക്കല്ലറയിലെ അവസാന ആണിയും ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കുറേ ഈർക്കിൽ നിരീശ്വരവാദികൾ നടത്താറുണ്ട്. അന്ധമായിട്ടുള്ള മതവിരോധം അതങ്ങനെ തലക്ക് പിടിച്ച് നടക്കുന്ന ആളുകളാണ് നവനാസ്തികർ എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത്. നവനാസ്തികതയുടെ ആഗോളതലത്തിലുള്ള ഫോർ ഹോഴ്സ്മാൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതിൽ പിന്നെ സാം ഹാരിസ് ആയിക്കഴിഞ്ഞാലും ക്രിസ്റ്റഫർ ഹിച്ചൻസ് ആയിക്കഴിഞ്ഞാലും ഡോക്കിൻസ് ആയിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ വാക്കുകളിലൂടെ അവരുടെ എഴുത്തുകളിലൂടെ അവരുടെ പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ധമായിട്ടുള്ള മതവിരോധമാണ്. മതവിരോധം എന്നതിനേക്കാൾ കൂടുതൽ അന്ധമായിട്ടുള്ള ഒരു ഇസ്ലാം വിരോധമാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫർ ഹിച്ചൻസ് അദ്ദേഹം എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ബോംബിട്ട സമയത്ത് അവിടെ യൂസ് ചെയ്തിരുന്നത് സ്റ്റീൽ ഷെല്ലുകളായിരുന്നു. അപ്പോൾ ഈ സ്റ്റീൽ ഷെല്ലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളെ അഫ്ഗാനിസ്ഥാനിലെ ഒരു അഫ്ഗാനിയെ കൊന്ന് അയാളുടെ ശരീരത്തിലൂടെ കടന്നുപോയി അടുത്ത ആളെയും കൂടി കുത്തിക്കൊല്ലും. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം എന്തെന്നറിയോ, അത് ഭയങ്കര നല്ലതാണ്. കാരണം ഈ കൊല്ലപ്പെട്ട ആളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഖുർആനെ വരെ നശിപ്പിക്കാൻ അതിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞ ആളുകളാണ് നവനാസ്തികർ. അതുപോലെ തന്നെ ഇറാഖിൽ പിന്നെ അമേരിക്ക അധിനിവേശം നടത്തിയ സമയത്ത് അവിടെ വൈറ്റ് ഫോസ്ഫറസ് പോലെയുള്ള മാരകമായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് 6000-ലധികം ആളുകളെ ഒരേ സമയം കൊന്ന സമയത്ത് ഈ ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം അത് കുറഞ്ഞുപോയി എന്നാണ്. സാം ഹാരിസിനെ പോലെയുള്ള ഇവരുടെ കൂട്ടത്തിലെ മറ്റു ചില ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ യുദ്ധം അത് ഭീകരതയോടല്ല, അത് ഇസ്ലാമിനോട് തന്നെയാണെന്നാണ്. ഞങ്ങളുടെ യുദ്ധം ഇസ്ലാമിനോട് തന്നെയാണ്, അതായത് മതത്തിനെയാണ് ഞങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ആളുകൾ, അത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. മറ്റുള്ളവർ ഇസ്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകളല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അറിയുന്നത് ഭീകരവാദികൾക്കാണ്. അവരത് പഠിച്ചുകൊണ്ടാണ് അവർ ഭീകരവാദികളായത് എന്ന തരത്തിൽ ഒരു മിലിറ്റൻ്റ് എത്തിസം അല്ലേ, ഒരു പിന്നെ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ അതിനെ മറ്റൊരു രീതിയിലാണ് പറയാറുള്ളത്. ഐ ആം എ ബ്ലഡി എത്തിസ്റ്റ് എന്ന് പറഞ്ഞ ചില ആളുകൾ നമുക്കും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. ഇത് യൂറോപ്പിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള നവനാസ്തിക ആശയപ്രചരണത്തിൻ്റെ കേരളീയ വിഭാവനമാണ് ഈ പറയുന്ന ബ്ലഡി എത്തിസ്റ്റുകൾ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട 4 ഹോഴ്സ്മെൻ എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അയാൻ ഹിർസി അലി ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് അവർ ഈ എയ്ത്തിസം വിട്ട് നിരീശ്വരവാദം വിട്ട് ഞാനൊരു ക്രിസ്ത്യനായി മാറുകയാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി. അതിനവർ പറഞ്ഞിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ൽ അമേരിക്കയിൽ വലിയ രീതിയിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഈ ഒരു വളർച്ചയെ തടയിടാൻ അതിന് എയ്ത്തിസത്തിനെ കൊണ്ട് സാധ്യമല്ല, നാസ്തികതയെ കൊണ്ട് സാധ്യമല്ല, നവനാസ്തികതയെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസത്തിൻ്റെ പാതയിലേക്കാണ് അവർ പോയത്. ഇപ്പോൾ ഏറ്റവും അവസാനം റിച്ചാർഡ് ഡോക്കിൻസ്, നമ്മൾക്ക് വലിയ രീതിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു വികൃത കൃതിയാണ് പിന്നീട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് നാസ്തികനായ ദൈവം എന്ന പേരിൽ മലയാളത്തിലേക്ക് സി രവീന്ദ്രൻ പോലെയുള്ള ആളുകൾ വിവർത്തനം ചെയ്തത്. ഈ റിച്ചാർഡ് ഡോക്കിൻസ് ഇവരുടെ ഫേസ് ആയിക്കൊണ്ട്, ഇവരുടെ മുഖമായിക്കൊണ്ട്, നവനാസ്തികതയുടെ മുഖമായിക്കൊണ്ട് കാണിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസ് ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കും. But the doctrines of Islam, the Hadith and the Quran, is fundamentally hostile to women, hostile to gays, and I find that I like to live in a culturally Christian country, although I do not believe a single word of the Christian faith. അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ക്രിസ്ത്യാനിറ്റി ചൂസ് ചെയ്യും. മാത്രമല്ല അദ്ദേഹം അത് തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരു കൾച്ചറൽ ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ കൾച്ചറൽ ക്രിസ്ത്യനായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ഈ പറയുന്ന അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഇസ്ലാം UK-ൽ ബ്രിട്ടനിൽ ഇസ്ലാം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടാൻ, അതിനെ നിലക്ക് നിർത്താൻ, അല്ലെങ്കിൽ ആശയപരമായി അതിനെ എതിരിടാൻ ഞങ്ങൾക്ക് സാധ്യമാവുന്നില്ല. നവനാസ്തികത കൊണ്ട് ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരികയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആളുകൾ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവർ ഫേസായി കാണിച്ച ആളുകളാണ്, നവനാസ്തികതയുടെ ഫേസായിട്ട് കാണിച്ച ആളുകളാണ്. അവരാണ് പറയുന്നത് ഞങ്ങളിനി കൾച്ചറൽ ക്രിസ്ത്യൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്ന്. എന്തിനു വേണ്ടിയാണോ നവനാസ്തികത വന്നത്, അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധ്യമാവാതെ വഴിയിൽ വെച്ച് തളർന്ന് പരവശനാവുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ നാസ്തികത എന്നുള്ളത് നിരീശ്വരവാദം പ്രചരിപ്പിച്ചിരുന്ന യുക്തിവാദികളെന്ന് സ്വയം വിളിച്ചിരുന്ന ആളുകൾ കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളാണ്. അവരോട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ക്രൈസ്തവരൊക്കെ സംവദിച്ചിട്ടുണ്ട്, പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ സംവദിച്ചിട്ടുണ്ട്. ഈ സംവാദങ്ങളിൽ
നമ്മൾക്ക് പ്രത്യേകമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം പരസ്പരം ബഹുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്ലാം എന്നുള്ള ഒരു ഐഡിയോളജിയാണ്, ഒരു ദർശനമാണത്. ഞങ്ങളുടേത് മറ്റൊരു ദർശനമാണ്. സ്വാഭാവികമായും ദാർശനികമായിട്ടുള്ള വ്യവഹാരങ്ങളാണ് അല്ലെങ്കിൽ ഡിബേറ്റുകളാണ്. അതിൽ സ്വാഭാവികമായിട്ടും അപരനെ ബഹുമാനിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാം. പക്ഷേ അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് നവനാസ്തികതയുടെ വരവാണ്. സി രവീന്ദ്രൻ്റെ ഒക്കെ മെയിൻ സ്ട്രീമിലേക്കുള്ള വരവ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ പുച്ഛവും പരിഹാസവും നിറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ മദ്രസ പൊട്ടന്മാരെന്നൊക്കെ വിളിച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ മറ്റ് അപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോടാണോ എതിരിടുന്നത് അവരെ ആ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു കൾട്ട് രൂപത്തിലേക്ക് വരുന്നതാണ് നമുക്ക് കേരളത്തിൽ പിന്നീട് കാണാൻ കഴിയുന്നത്. യൂറോപ്പിൽ ഈ കാണുന്ന നവനാസ്തികതയുടെ, ഇസ്ലാം വിരോധത്തിൻ്റെ ഉൽപ്പന്നമായി വന്ന നവനാസ്തികതയുടെ കേരളീയ ഭാവമാണ്. അപ്പോൾ അവിടെ ഈ സി രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കടന്നു വന്ന വൃത്തികെട്ട രീതിയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചർച്ചയെ മലിനമാക്കിക്കൊണ്ട്, ചർച്ചാ പരിസരത്തെ തന്നെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും അവർ ചെയ്യുന്നത് അതേ രീതിയിലുള്ള മറ്റൊരു പരിപാടിയാണ്. അതായത് ഇവിടെ ഉള്ള കൾച്ചറൽ ഹിന്ദുത്വയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഹിന്ദുത്വയുടെ പിന്നെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വി ഡി സവർക്കർ ആരാണ്? അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. വി ഡി സവർക്കർ ഒരു നാസ്തികനാണ്. അദ്ദേഹം ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ നിരീശ്വരവാദം അല്ലെങ്കിൽ ഹിന്ദുത്വയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നവനാസ്തികത, അതാണ് കേരളത്തിൽ ഇപ്പോൾ സി രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നു? അവർ തിരിച്ച് ചോദിക്കുക, ഞങ്ങൾ ജ്യോതിഷത്തെ എതിർക്കുന്നുണ്ടല്ലോ. വി ഡി സവർക്കരാണ് ഹിന്ദുത്വയുടെ പിതാമഹനായിട്ടും അദ്ദേഹത്തിന് ജ്യോതിഷത്തെ എതിർക്കാൻ കഴിയും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇവിടെയുള്ള നവനാസ്തികർക്കും ജ്യോതിഷത്തെ എതിർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഹൈന്ദവതയുടെ അല്ലെങ്കിൽ അവർ ഇസ്ലാമിനെ എങ്ങനെ വിമർശിക്കുന്നു അതേ തോതിൽ ഹൈന്ദവതയെ വിമർശിക്കുന്നുണ്ടോ നോക്കി കഴിഞ്ഞാൽ സാധ്യമല്ല, കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മലയാളികൾ അമിതമായിട്ടുള്ള സംഘപരിവാർ ഫോബിയ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. BJP എന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ CPM പാർട്ടിയെ പോലെ ഒരു പാർട്ടി മാത്രമാണ്, അങ്ങനെ കണ്ടാൽ മതി എന്ന് അവർക്ക് പറയാൻ സാധ്യമാകുന്നത് ആ കൾച്ചറൽ ഹിന്ദുത്വയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് യൂറോപ്പിൽ ഒരു കൾച്ചറൽ ക്രിസ്ത്യനായി അവിടെയുള്ള നവനാസ്തികർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പം കൾച്ചറൽ ഹിന്ദുത്വയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാമിനെ നേരിടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൻ ഹിർസി അലി US ഇസ്ലാം പിന്നെ വലിയ രീതിയിൽ ഉയരുന്നത് കൊണ്ട് അതിലേക്കുള്ള കൺവേർഷൻസ് കാണുന്നത് കൊണ്ടാണ് അവർ ക്രിസ്ത്യനായി മാറിയത്. അല്ലെങ്കിൽ UK ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം, ഒരു ഇസ്ലാമിലേക്കുള്ളൊരു വരവ്, അത് കണ്ടിട്ടാണ്, അതിൽ പരിഭ്രമിച്ചുകൊണ്ടാണ് ഇവർ കൾച്ചറൽ ക്രിസ്ത്യൻസായി ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഇസ്ലാം അവിടെ പിന്നെ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായിട്ടുള്ള ആശയം മുന്നോട്ട് വെക്കാനുണ്ട്. അതിൻ്റെ ആശയാടിത്തറ അത്രത്തോളം ഭദ്രമാണ്. അതുകൊണ്ടാണ് ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇസ്ലാമിനെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദിവ്യബോധനം വന്നതിന് ശേഷം മക്കയിലെ വലിയൊരു മലയുടെ മുകളിൽ, ഏറ്റവും ഉയരത്തിലുള്ളൊരു മലയുടെ മുകളിൽ കയറി നിന്ന് ആ മക്കയിലുണ്ടായിരുന്ന ഗോത്ര തലവന്മാരെയൊക്കെ, പ്രധാനപ്പെട്ട ഗോത്രത്തിലെ തലവന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അവിടുന്ന് അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു വലിയൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ, നമ്മുടെ മക്കയെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നീ അൽ അമീനാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അൽ അമീനാണ്. കാരണം നീ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ തൗഹീദ്, ഇങ്ങൾക്ക് ഒരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. മറ്റ് നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളൊന്നും നിങ്ങൾ ആരാധനാ വസ്തുക്കളാക്കി മാറ്റാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ ആശയം അവരോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഉയർന്നത് എന്താണ്? തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമാഅത്തന, നിനക്ക് നാശം മുഹമ്മദേ, നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇസ്ലാം പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്ന് മുതൽ തുടങ്ങിയതാണ് ഇസ്ലാമിനോടുള്ള വിരോധം, അല്ലെങ്കിൽ ഇസ്ലാമിനെ അന്ധമായിട്ടുള്ള ഈ തരത്തിലുള്ള ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ളത് അന്ന് തുടങ്ങിയതാണ്. പക്ഷേ ആ പറഞ്ഞ ആളുകൾ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ആളുകൾ ഇന്ന് എവിടെയാണ്? അവരെക്കുറിച്ച് ഇന്ന് ആരാണ് ഓർക്കുന്നത്? അവരുടെ മക്കൾ പിന്നീട് മുസ്ലിങ്ങളായി. അവർ എങ്ങനെയാണ് മരണപ്പെട്ടത്? ആ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതേസമയം അവർ വാലറ്റവൻ ഒരു പലതരത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, റസൂലിനെ പലതരത്തിൽ പിന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടും പല രീതിയിൽ ഇസ്ലാമിനെ തളർത്താൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു പ്രചരണത്തിൽ നിന്ന് തളർത്താൻ വേണ്ടി അവർ ശ്രമിച്ചിട്ട്
ഒന്നും കഴിയാതിരുന്നപ്പോൾ എല്ലാ അടവുകളും പയറ്റി അവസാനം അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മുഹമ്മദിൻ്റെ കാലം കഴിയാനായി, മുഹമ്മദ് ഇപ്പം മരണപ്പെടും, മുഹമ്മദിന് ആൺമക്കളില്ല, മുഹമ്മദിൻ്റെ ഈ ആശയം അതിന് ഇനി വക്താക്കളില്ല, ഇത് ഇവിടെ നാശമടയും, അതിന് വാലില്ല, അത് വാലറ്റതാണ് എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 108-ാമത്തെ അധ്യായം സൂറത്തുൽ കൗസറിലെ അവസാന വചനത്തിൽ പറയുന്നുണ്ട്, ഇന്ന ഷാനിയ കഹുവൽ അബ്തർ, തീർച്ചയായും അവർ തന്നെയാണ് വാലറ്റവർ. നിനക്കെതിരെ ആരാണ് പറഞ്ഞത്? അവരാണ് യഥാർത്ഥത്തിൽ വാലറ്റവർ. കാരണം അവരെക്കുറിച്ച് ഇന്ന് ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ റസൂലിൻ്റെ ആശയത്തെക്കുറിച്ച്, റസൂലിനെക്കുറിച്ച് ഇന്ന് ജനകോടികളിലേക്ക് ആ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റസൂലിന് വേണ്ടി ഓരോ നിമിഷവും എന്നുള്ള രീതിയിൽ റസൂലിന് വേണ്ടി പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, സ്വലാത്തുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, സ്മരിക്കപ്പെടുകയാണ്. അത് തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആശയമാണ് ഇസ്ലാം എന്നുള്ളതിൻ്റെ ഒരു സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇസ്ലാമിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതിനെ തീവ്രവാദവുമായി കൂട്ടിക്കെട്ടാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഒടുവിൽ പരാജയപ്പെട്ട് ഈ സാം ഹാരിസിനെ പോലെയുള്ള ആളുകൾ, അത് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതാണ്. സാം ഹാരിസ് ഈ അടുത്ത് ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കും. With Islam, there's an expectation that they're going to conquer the world, right? And there's an imperative to conquer the world for serious Muslims. Like, you don't have to be impatient necessarily. You can take as long as you want, but we all know this is moving in one direction, and you need to be a spiritual warrior. Thank you, sir. Can I have another? And where it's a high T religion, right? And that's why a schmuck like Andrew Tate. അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഒരുപാട് വർഷങ്ങൾ ഇസ്ലാമിന് എതിരെ പേനയുന്തിയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ രചിച്ചും അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ടും വലിയ രീതിയിൽ ഇസ്ലാമിനെ അപരവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്നുള്ളത് മറ്റൊരു ടോട്ടൽ വേൾഡിനെ വെച്ച് നോക്കും മുസ്ലിങ്ങൾ എന്നുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ജനങ്ങളാണ്, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പോലും പറഞ്ഞ അത്രയും വിഷം വമിപ്പിച്ച ഒരാൾ അവസാനം ഒടുവിൽ പറയാണ് ഇസ്ലാമിലേക്ക്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം യൂറോപ്പിൽ നിന്ന് വലിയ രീതിയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ശരിയാണ്, അത് ഇസ്ലാം ഈസ് എ കപ്പ് ഓഫ് സം ഓഫ് ദ പീപ്പിൾ, അത് കപ്പ് ഓഫ് ടീ ഓഫ് സം ഓഫ് ദ പീപ്പിൾ. കാരണം ചില ആളുകൾക്ക് അത് പെർഫെക്റ്റ് ആണ്, ഇസ്ലാം എന്നുള്ളത് ചില ആളുകൾക്ക് പെർഫെക്റ്റ് ആണ്. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൈ ടെസ്റ്റോസ്റ്ററോൺ റിലീജിയനാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കുറേ വാല്യൂസ് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഒരാൾ മോഡേണിറ്റിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ കാണാൻ കഴിയുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൺലി ഫാൻസ് പോലെയുള്ള ഒരു തരത്തിലും സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന, ഓൺലൈനായി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു മോഡേണിറ്റിയാണ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്തുള്ള ഇസ്ലാമിനെ ആളുകൾ പുൽകും, അതിൽ സംശയമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം വിലപിക്കുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും ഇപ്പോൾ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ ഉയർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് നിങ്ങളുടെയും പരിണിതി എന്നുള്ളത് നിങ്ങളും ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ. ഒരു അവസാനം നിങ്ങൾ അവിടത്തേക്ക് തന്നെയാണ് എത്തിച്ചേരുക. കാരണം ഇസ്ലാം എന്നുള്ളത് അജയ്യമായി ഇനിയും കഴിഞ്ഞ കാലത്തും നിലനിന്നിട്ടുണ്ട്, ഇന്നും നിലനിൽക്കുന്നു, നാളെയും നിലനിൽക്കും, അതിലൊരു സംശയമില്ല. കാരണം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സർവശക്തനായിട്ടുള്ള അള്ളാഹുവാണ്. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് വാഗ്ദത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ ഇതിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒടുവിൽ ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസൊക്കെ സംഭവിച്ചതുപോലെ ഞാനൊരു കൾച്ചറൽ ഹിന്ദുവാണ് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങളും എത്തും എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.